ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയർപ്പ് കാലത്തിൻ്റെ 6-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ 1-ാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം ഈ പ്രളയത്തെക്കുറിച്ച് നോഹയോട് അതുപോലെ നോഹയുടെ മക്കളോടൊക്കെ സംസാരിക്കുന്ന രംഗമാണ്. അവിടെ ദൈവം പറയുകയാണ്, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. ഇത് ഈ പ്രളയത്തിന് ശേഷം പറയുന്ന കാര്യമാണ്. പ്രളയത്തിന് മുമ്പേ നോഹ ചെന്ന് പറഞ്ഞു, കുറേ പേരൊക്കെ അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചവർ അവരൊക്കെ കയറി മൃഗങ്ങളെല്ലാം കയറ്റി പ്രളയം കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം അവർ ഭൂമിയിൽ അവരുടെ ആ ഒരു പേടകമുറച്ചു, എല്ലാവരും പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് നോഹയോടും പുത്രന്മാരോടും ദൈവം പറയുകയാണ്, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിൻ്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, അതായത് പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇവിടെ ദൈവം മനുഷ്യനോട് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകലതിനോടുമാണ് അവിടുന്ന് ഈ ഉടമ്പടി ഉറപ്പിക്കുന്നത്. ജീവനുള്ള സകലതിനോടും, കാട്ടുജന്തുക്കൾ, പക്ഷികൾ, കന്നുകാലികൾ. എന്താണ് ആ ഉടമ്പടി? ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. വീണ്ടും ദൈവം അവരോട് പറയുകയാണ്, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഓർക്കുക, ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ പ്രളയത്തെക്കുറിച്ചുള്ള കഥകൾ, പുരാണങ്ങൾ, മറ്റു പുരാണങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഈ പ്രളയം അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ ഇതിലൂടെ അന്നത്തെ ആളുകൾക്ക് ദൈവം ഒരു സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് തിന്മ, അത് ദൈവം ഒരിക്കലും സഹിക്കുകയില്ല. ആ തിന്മ ഇല്ലായ്മ ചെയ്യാനായിട്ട് ദൈവം ഇങ്ങനെ ചില കാര്യങ്ങൾ ഭൂമിയിലേക്ക് അയക്കും. അപ്പോൾ എന്തു പറ്റും? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാന്മാരായിട്ട് കഴിയുന്ന കുറേ പേരുണ്ടാവും. അവരൊക്കെ രക്ഷിക്കപ്പെടും. അതേസമയത്ത് അങ്ങനെ അല്ലാത്തവരോ വെള്ളത്തിൽ നശിക്കും. കാരണം ദൈവം പറഞ്ഞ നോഹയോട് പറഞ്ഞ കാര്യങ്ങൾ അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം നശിക്കുകയും ചെയ്തു. ഇനി ജീവനുള്ള സകലതിനോടുമാണ് ഈ ഉടമ്പടി. അതായത് മനുഷ്യന് മാത്രമല്ല ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് അവകാശമുള്ളത്. മുൻപ് ഞാൻ ഇതേ വേദിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ എൻവയൺമെൻ്റലിസം, പാരിസ്ഥിതികവാദം, അതായത് ഈ പരിസ്ഥിതി മുഴുവൻ, മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായതിനെ നമ്മൾ സംരക്ഷിക്കണം. അതേ സമയത്ത് ദൈവത്തിൻ്റെ വാക്കുകളനുസരിച്ച് നമുക്ക് ഈ മൃഗങ്ങളെ ഭക്ഷിക്കാം, അല്ലെങ്കിൽ പക്ഷികളെ ഭക്ഷിക്കാം, അതുപോലെ ജീവജാലങ്ങൾ, മറ്റ് മരങ്ങളെയും മറ്റുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിനെല്ലാം ഒരു പരിമിതി ഉണ്ടെന്നുള്ള, ഇതിനെല്ലാം സംരക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഈ പാമ്പിനെയും പാറ്റയും പല്ലിയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്? വെറുതെ മനുഷ്യന് ഉപദ്രവം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ? എന്തുകൊണ്ടാണ് ദൈവത്തിന് ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തെ ഒരു സ്വർഗമെന്ന് പറയുന്ന പോലെ സൃഷ്ടിക്കാൻ പറ്റാതെ പോയത്? നമുക്കതിന് ഉത്തരവൊന്നുമില്ല. ഇപ്പോൾ ഉള്ള സാഹചര്യം ഇതാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളോട് വചനം പറയുന്നത്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. അതുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണം. അതിനെ നമ്മൾ സംരക്ഷിക്കണം. ഈ ഭൂമി മുതലുള്ള മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ സമ്മതിക്കണം. പക്ഷേ ഈ ഭൂമിയെ നമ്മൾ ദൈവത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് ദൈവം എങ്ങനെയാണോ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭരിക്കാനായിട്ട് ഉദ്ദേശിച്ചത്, അതുപോലെ നമ്മളും ഇതിനെ കൊണ്ടുപോകണമെന്നർത്ഥം. നമുക്കിഷ്ടം പോലെ എല്ലായിടത്തും പോയി കാട് വെട്ടി തെളിച്ച് എല്ലായിടത്തും പോയിട്ട് വീട് വെച്ച് ഫാക്ടറി വെച്ച് ജീവിക്കാൻ പറ്റില്ല.
ആ ദൈവം മുൻകൂട്ടി കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ദോഷകരമായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ചൂട് കൂടി വരുന്നു. മുഴുവൻ കാരണമല്ലെങ്കിലും നമ്മുടെ ജീവിതശൈലി അതിന് ചില കാരണങ്ങളായിട്ടുണ്ട്. നമ്മുടെ ഈ എയർ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പോകുന്ന ചില ഗ്യാസുകൾ, അത് നമ്മുടെ ഓസോൺ സോൺ എന്ന് പറഞ്ഞാൽ അതിനെ തുളച്ച് അവിടെയെല്ലാം ദ്വാരം വീണ് കഴിയുമ്പോൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾക്ക് താഴേക്ക് വരുന്നു. അത് നമുക്ക് രോഗകാരണമാകുന്നു. അതുപോലെ അത് ജലത്തെ ചൂടാക്കുന്നു. കൂടുതലായിട്ട് കാറ്റും മഴയുമൊക്കെ ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നു, ചൂട് കൂടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ തന്നെ ഫലമാണ്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയെ അങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കാനായിട്ട് ഉദ്യമിക്കരുത്. പ്രത്യേകത നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ, അനാവശ്യമായിട്ടുള്ളതല്ല, ആവശ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുക അതിലൂടെ. അങ്ങനെ ഈ ഭൂമിയെ നമ്മൾ ദൈവം സൃഷ്ടിച്ചതുപോലെ തന്നെ ഭംഗിയുള്ള ഒരിടമായിട്ട്, എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയ ഒരിടമായിട്ട് ആക്കി തീർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? കുറേ പേര്, ഒരുപക്ഷെ നമ്മുടെ ലോക ജനസംഖ്യയുടെ ഏറ്റവും മുകളിലുള്ള ഒരു 10% പേര് അല്ലെങ്കിൽ 20% പേര്, അവരുടെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ഇരിക്കുന്നത്. അവരിങ്ങനെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ ഭൂമിയെ ചൂഷണം ചെയ്യുന്നു. അതിൽ ബാക്കിയുള്ളവരെല്ലാം ഇരകളായിട്ട് മാറുന്നു. വികസിത രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന, അവരുൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ഗ്യാസുകൾ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ വികസിതമല്ലാത്ത അല്ലെ വികസനമായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ചൂട് കൂടാൻ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ അത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ഈ വികസിത രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ ഇനിയും കാടൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ആ കാട് വെച്ച് പിടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. എന്നിട്ട് പണം കൊടുക്കും. ഉദാഹരണമായിട്ട് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. പക്ഷേ ഇങ്ങോട്ട് അയക്കുന്ന പണം നമ്മളെന്ത് ചെയ്യും? അത് നമ്മൾ മരം വെക്കുന്നില്ല, അല്ലെങ്കിൽ കാട് വെച്ച് പിടിപ്പിക്കുന്നില്ല. പകരം ആ പണമൊക്കെ എങ്ങനെയെങ്കിലും ഇതിലൊക്കെ പോകും. അതുപോലെ തന്നെ കൃഷിക്കാരുടെ ഭൂമിയൊക്കെ എടുത്ത് അവരതിനെ കാടാണെന്ന് പറഞ്ഞ് അങ്ങനെ റിപ്പോർട്ട് കൊടുത്ത്, അതാണ് നമ്മുടെ എല്ലാം ഈ പ്രത്യേകിച്ച് വനത്തോട് ചേർന്ന് കിടക്കുന്ന കർഷകരുടെ പ്രശ്നമായി മാറുന്നത്. ഈ വന്യജീവികളെയൊക്കെ വനത്തിൽ നിർത്താനുള്ള സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി മുടക്കേണ്ടതായ പണമൊക്കെ ഇങ്ങനെ ഈ കാർബൺ ഫണ്ട് പോലെയുള്ള അതിലൂടെയൊക്കെ തരുന്നുണ്ട്. പക്ഷേ അതൊന്നും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തുന്നില്ല. അതെന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ ദുരാഗ്രഹം, ഈ പണം ഉണ്ടാക്കാനുള്ള ത്വര, എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഇങ്ങനെയൊന്നും നമുക്കൊരിക്കലും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രകൃതിക്കനുസരിച്ച് നമ്മളെ ആക്കാൻ കഴിയില്ല. നമുക്ക് ഈ ഉയർപ്പിൻ്റെ ആ ഒരു സ്വർഗീയമായിട്ടുള്ള അനുഭവം ഉണ്ടാവാനായിട്ട് സാധ്യമല്ല. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. രണ്ടാമത്തെ വായന റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ആകയാൽ ഇപ്പോൾ ഈശോ മിശിഹായോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ ഈശോ മിശിഹായുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം അവിടുന്ന് തൻ്റെ പുത്രനെ ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാനതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. പൗലോസ് പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മൾ ഈശോയുടെ മരണവും ഉത്ഥാനവും മൂലം, അതുപോലെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവിടുത്തോട് ഒന്നായിത്തീരുക, ഐക്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഓർക്കണം, ഈശോയുമായി ഐക്യപ്പെടണമെങ്കിൽ ഈശോയാകുന്ന ആ തായ്തണ്ട്, മുന്തിരിയുടെ തായ്തണ്ടിനെ പോലെ നമ്മളും ശാഖകളായിരിക്കണം. പൗലോസ്ലീഹയുടെ ഭാഷയിൽ ഈശോയാകുന്ന ശരീരത്തിൻ്റെ അതേ പ്രകൃതിയിൽ തന്നെയുള്ള അവയവങ്ങളായി നമ്മൾ ഓരോരുത്തർ രൂപാന്തരപ്പെടണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ശിക്ഷാവിധി ഇല്ല എന്ന് പറയും. നമ്മൾ വെറുതെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, സൈരലേവനം സ്വീകരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ശിക്ഷാവിധി ഇല്ലാതാവുകയില്ല.
പ്രത്യുത ഈ ഐക്യപ്പെട്ടിരിക്കാനുള്ള ഒരു പ്രകൃതി നമ്മളിൽ ഉളവാകേണ്ടതുണ്ട്. അപ്പോൾ ഈശോമിശിഹായിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ഈശോയുടെ ഈ ജീവാത്മാവിൻ്റെ നിയമം അത് നമ്മളിലുണ്ടെങ്കിൽ, ഈശോയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് അവിടെ നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. നമ്മൾ ബാഹ്യമായിട്ടൊരു പേര് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഒരു ബന്ധിങ്ങ ഇട്ടുകൊണ്ട് നടന്നു, അതുമല്ല ഒരു കൊന്ത ഇട്ടുകൊണ്ട് നടന്നു, അതുകൊണ്ടായില്ല. ഈ പറയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ജീവാത്മാവ് നമ്മളിലുണ്ടായേ മതിയാകും. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊക്കെ നമ്മളിൽ സഫലമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജഡികത നമ്മളിൽ ഇല്ലാതാകണം. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന ലൈംഗികമായിട്ടുള്ള ചിന്തകളെക്കുറിച്ചാണ് ജഡികത എന്ന് നമ്മുടെ മനസ്സിലേക്ക്. അതല്ല, അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ്. മനുഷ്യൻ എന്ന നിലയിൽ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും. അതെന്തിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്? ഈ ദൈവം ആഗ്രഹിച്ച രീതിയിൽ ഈ സൃഷ്ടികർമ്മം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമ്മളിൽ ഓരോരുത്തരും വെച്ചിരിക്കുന്ന ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. അതേക്കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയുന്ന ജഡികത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ചൈതന്യമില്ലാതെ നമ്മൾ ചെയ്തു കൂട്ടുന്ന 100 കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിലും പ്രഭാഷകൻ്റെ പുസ്തകത്തിലൊക്കെ അതേക്കുറിച്ച് ഒരുപാട് പറയും. ഗലാത്യർ ലേഖനത്തിലൊക്കെ പൗലോസ് പറയും ആത്മാവിൻ്റെ പ്രത്യേക, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവൃത്തികൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ, ജഡികതയുടെ ഫലങ്ങൾ, ജഡത്തിൻ്റെ ഇതെല്ലാം പറയും. അതായത് നമ്മളിലുണ്ടാകുന്ന ഈശോയുടെ പ്രകൃതിക്ക് ചേരാത്ത എല്ലാ കാര്യത്തെയുമാണ് ഈ ജഡികത എന്ന് പറയുന്നത്. നുണ പറയുന്നതും, മോഷ്ടിക്കുന്നതും, കള്ളസാക്ഷി പറയുന്നു, അന്യനെ ഉപദ്രവിക്കുന്നതും, സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ വാശി സൂക്ഷിക്കുന്നു, വൈരാഗ്യം സൂക്ഷിക്കുന്നത്, പകരം വീട്ടാനുള്ള തരയുണ്ടാകുന്നത്, ഇതെല്ലാം ജഡികതയാണ്. ഇങ്ങനെയുള്ള ജഡികതയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറയും അത്തരം ജഡികത ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളിപ്പോഴും ശിശുക്കളെ പോലെയാണ്. ദൈവത്തിൻ്റെ വഴികളിൽ നമ്മളിപ്പോഴും ശിശുക്കളെ പോലെയാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പമായിരുന്നു നമ്മളിങ്ങനെയാണ്, നമ്മുടെ പപ്പാമാരും അമ്മമാരൊക്കെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകും. കാരണം നമ്മൾ അതിൽ ഓടിപ്പോയിരിക്കാൻ വേണ്ടി. ഇതേ രീതിയിൽ തന്നെ നമ്മൾ മുതിർന്നവരായാലും തുടരുകയാണെങ്കിലോ അപ്പോൾ നമ്മൾ ജഡികർ തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം കർത്താവിൻ്റെ പ്രബോധനങ്ങൾക്ക് നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു തരം നിതാന്ത കൗമാരക്കാരായിട്ട് തുടരുകയാണ്. വിശ്വാസത്തിൽ നമ്മൾ പക്വത പ്രാപിക്കണമെന്ന് പൗലോസ് പറയും. ഞാൻ നിങ്ങൾക്ക് പാലാണ് തരുന്നത്. കാരണം എന്താണ്? നിങ്ങൾ പക്വത പ്രാപിച്ചിട്ടില്ല. എബ്രായ ലേഖനം പറയും നമ്മളിപ്പോൾ തന്നെ പ്രബോധകരാവേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങളിതുവരെയും ഈ ശിശുവിൻ്റെ ഘട്ടം പോലും കടന്നിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണെന്നായി പറയുന്നത്. നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം വ്യാപൃതരായിരിക്കുന്നത്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ഈ പൗലോസിനെ പോലെ ആകണമെന്നായി പറയുന്നത്. പൗലോസ് എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ, അതൊന്നും കാര്യമാക്കിയില്ല. പകരം ഈശോയെക്കുറിച്ചുള്ള അറിവ് അവിടുന്നുമായിട്ട് ഐക്യത്തിലായിരിക്കുന്നതിനെയാണ്, ഒന്നിച്ചായിരിക്കുന്നതിനെയാണ് പൗലോസ് വലിയ കാര്യമായിട്ട് കണ്ടത്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉച്ഛിഷ്ടം പോലെ കരുതാൻ കഴിഞ്ഞത്. അങ്ങനെ കരുതുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആനന്ദമുണ്ടാവുക. അതുപോലെ തന്നെ ആ ഉയർപ്പിൻ്റെ ആനന്ദം, സ്വർഗത്തിൻ്റെ ആനന്ദ അനുഭവമൊക്കെ ഉണ്ടാവുക. ഇത് നമുക്കുണ്ടായെങ്കിലും മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും അല്പമൊന്ന് ഉയർന്നിട്ട് പക്വതയോടെ ചിന്തിക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ ഈ കൊച്ചു ലോകത്തിലുള്ളത് മാത്രമല്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ളതാണ് സുവിശേഷം. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികൾ അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവധി ഉണ്ടാവുകയില്ല. ഈ സുവിശേഷ ഭാഗത്തിൽ ആദ്യം പറഞ്ഞ ആ വാചകം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ല പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഈ ഒരു വാചകം എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മറ്റു ചില മതസ്ഥർ നമ്മുടെ ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കണ്ടില്ലേ, നിങ്ങളുടെ
നിങ്ങളുടെ യേശു എന്ന് പറയുന്ന രക്ഷകൻ എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്നത് അത് ദൈവമൊന്നുമല്ല, ചുമ്മാ വെറും ഒരു മനുഷ്യനാണ്. കാരണം എന്താണ്? പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിവില്ല. പിന്നെ എങ്ങനെ ദൈവമാണെന്ന് പറയുന്നത്? ഇത് വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാകാഞ്ഞിട്ടാണ്, ഈ ഭാഗം മനസ്സിലാകാഞ്ഞിട്ട്, അല്ലെ മനസ്സിലായിട്ടും മനഃപൂർവ്വം അത് തെറ്റിദ്ധാരണ പരത്തും വിധം വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ പിന്നീടുള്ള വാചകങ്ങൾ വായിച്ചു നോക്കുക. അവിടെ പറയുന്നത് എന്താണ്? എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. അതുപോലെ തന്നെ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. അപ്പോഴോ അതുകൊണ്ട് ഈ പുത്രനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് വേറൊരർത്ഥത്തിലാണ്. അതായത് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. ഒരു ദൈവമേ ഉള്ളൂ. അവിടെ മൂന്ന് മനസ്സുണ്ടാകാൻ പറ്റില്ല. അതായത് ആ പിതാവ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് പുത്രന് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞു വന്നത്. ഞങ്ങൾ മൂന്നും ഒന്ന് തന്നെയാണ്. പിതാവ് എന്നിലും ഞാൻ പിതാവിലുമായിരിക്കുന്നു. പിതാവ് യഥാർത്ഥത്തിൽ ഈ തീത്തോസിൻ്റെ എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടിയത് ഈശോയിലൂടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഏകദൈവം ചെയ്യുന്നതല്ലാതെ ഈശോയ്ക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യനെന്ന നിലയിൽ ഈശോയ്ക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത് ഇവിടെ ദൈവമാണ്. അപ്പോൾ ആ ദൈവം മൂന്ന് പേരും ഒരുപോലെ ഇച്ഛിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ് പിതാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുത്രനും ചെയ്യാൻ പറ്റും. അതിലും വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഈ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിന് പിതാവിന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇപ്പോൾ പിതാവായ ദൈവത്തിന് അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ചുറ്റിക്കറങ്ങി കിടന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് വേറെ രൂപം എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഈ പിതാവ് ചെയ്തതിലും വലിയ കാര്യങ്ങൾ ഈ പുത്രൻ ചെയ്യും. കാരണം എന്താണ്? ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ദൈവം ഭക്ഷണമൊന്നും കഴിക്കാറില്ല. പക്ഷേ മനുഷ്യനായി അവതരിച്ച ദൈവം ഭക്ഷണം കഴിക്കും. അപ്പോൾ അത് പിതാവിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഈശോ എന്ന് പറയുന്ന രക്ഷകൻ കേവലം പ്രവാചകനൊന്നുമല്ല. അവിടുന്ന് ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ പുത്രൻ. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം മാതാവിനെ കല്യാണം കഴിച്ച് ഉണ്ടായ പുത്രൻ എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളെല്ലാം ഭാരത മക്കളാണെന്ന് പറയുമ്പം ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നമ്മളെ പ്രസവിച്ചു എന്നർത്ഥമുണ്ടോ? ഇല്ല. അത് വേറൊരു ശൈലിയിൽ പറയുന്നതാണ്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ പുത്രനെ എന്ന് പറയുമ്പോഴും അങ്ങനെ മാനുഷികമായ തലത്തിൽ ജനിപ്പിച്ച ഒരു പുത്രനല്ല. ആദ്യം മുതൽ തന്നെ ഈ പിതാവിനോട് കൂടെയുള്ള ദൈവത്തിൻ്റെ അതേ പ്രകൃതി, വേറെ ഒരു പ്രകൃതിയിലൊരു മാറ്റവും ഇല്ല. ആ പുത്രനെക്കുറിച്ചായി പറയുന്നത്. അതുകൊണ്ട് ഈ പുത്രൻ്റെ സ്വരം ശ്രവിക്കുന്നവരെല്ലാം ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. ഇതാണ് കാര്യം. അതുകൊണ്ട് ഈ പുത്രനെ അനുസരിക്കുന്നവരെല്ലാമാണ് യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ഈ ഉയർപ്പ് കാലത്ത് യഥാർത്ഥത്തിൽ ഈ പുത്രനാണ് ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ട് ഈ ലോകത്തിലുള്ളത്. ഈ പുത്രൻ്റെ വചനങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഈ പുത്രൻ്റെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളും ആ പുത്രൻ തമ്മിൽ ഐക്യപ്പെട്ടിരിക്കുകയും നമ്മളിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ഈ ലോകത്തെ രക്ഷിക്കുക എന്നുള്ള വലിയ കാര്യം ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് അത് സാധ്യമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.